ഫോക്കസ് ന്യൂസിൽ നമ്മൾ ഇന്ന് എടുക്കുന്ന ചർച്ചാ വിഷയം കുറച്ച് വ്യത്യസ്തമാണ്. കാരണം എനിക്കൊപ്പമുള്ള ശാരിക തന്നെയാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ശാരിക ഒരു പ്രമുഖ ഓൺലൈൻ ചാനൽ വേണ്ടി ചെയ്ത ഒരു ഇൻ്റർവ്യൂ, രേണു സുധിയുമായിട്ടുള്ള ഇൻ്റർവ്യൂ വലിയ രീതിയിൽ വൈറലായിരുന്നു. അതിൻ്റെ കുറച്ച് റിയാക്ഷൻ വീഡിയോയും ആ രീതിയിൽ തന്നെ വൈറലായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ശാരിക പറഞ്ഞ കണക്ക് ഇല്ലേ? ആക്ഷനും റിയാക്ഷനും ഒക്കെ ആയിട്ട് സോഷ്യൽ മീഡിയ നിറഞ്ഞിരിക്കുകയാണ് ശാരികയും രേണു സുധിയും. അതെ, ഈ രേണുസുധി എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം നല്ല വാർത്തകൾ പറഞ്ഞ ആൾക്കാര് ഫോക്കസ് ന്യൂസ് ടീം തന്നെയാണ് എന്നാണ് എന്റെ വിശ്വാസം. ഞാനും അതുപോലെ നമ്മുടെ പൗർണമി എന്ന് പറഞ്ഞ നമ്മുടെ അവിടെയുള്ള കുട്ടിയും അതോടെ ജയ്യും ഒക്കെ ആയിരുന്നു നമ്മൾ ഒരുപാട് ചർച്ചകൾ രേണുസുധിയെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു സ്ത്രീയുടെ അവകാശങ്ങൾ, അതായത് ഒരു വിധവയായാലും അവർക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള അവരുടെ ഒരു ധൈര്യത്തെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ സംസാരിച്ചിരിക്കുന്നത്. ഞാൻ തന്നെ അവരെ കുറിച്ച് അവരുടെ ആ ഒരു ധൈര്യത്തെക്കുറിച്ചും അവരുടെ വർക്കിനെ കുറിച്ചൊക്കെ ഘോരം പ്രസംഗിച്ചിട്ടുണ്ട്. നമ്മൾ അവരുടെ പ്രൊഫഷണൽ ലെവൽ ചെയ്യുന്ന കാര്യത്തിന് എന്തിനാണ് ആവശ്യമില്ലാതെ പറയുന്നതിനെ കുറിച്ച് നമ്മളാണ് എല്ലായ്പ്പോഴും അവരെ അനുകൂലിച്ച് സംസാരിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ അനുകൂലിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വൺ ഓഫ് ദ എനിക്ക് തോന്നുന്നു 1000 ചാനൽ എടുത്താൽ അവരെ കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ കുറിച്ച് ന്യൂസ് ചെയ്യുന്ന ഒരു 100 ചാനൽ എടുത്താൽ ഒരു ചാനൽ മാത്രമേ കാണത്തുള്ളൂ അവരെ കുറിച്ച് നല്ലത് പറയുന്നത്, അത് ഫോക്കസ് ന്യൂസ് തന്നെയായിരിക്കും. അപ്പൊ അതിലിരുന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ടാണ് ഒരു പക്ഷേ ഞാൻ റിയാക്ട് ചെയ്തപ്പോൾ ട്രോൾ പെരുമഴയുടെ കൂട്ടത്തിൽ ഫോക്കസ് ന്യൂസിന്റെ പേരും അതോടെ എന്റെ പേരും ഒക്കെ വലിച്ചഴക്കപ്പെട്ടത്. എന്റെ പേര് ഓൾറെഡി ഇതിനകത്ത് ഇങ്ങനെ എയർലൈൻ നടക്കുന്നുണ്ട്. അപ്പൊ രേണുസുധിയെ കുറിച്ച് ആൾക്കാർക്ക് ചോദിക്കാനുള്ള എന്തുകൊണ്ട് ഇത്രയും നല്ലതായി പറഞ്ഞ ആൾ എന്തുകൊണ്ടാണ് ആ ഷോയിൽ വന്നിരുന്നുകൊണ്ട്? സത്യം ശരിക്കും ഈ ഒരു 2 കാരണങ്ങളുണ്ട്. ഒന്നാമത് ഈ പറഞ്ഞ പോലെ ആ ഷോയിൽ ശാരിക ചോദിച്ച ചോദ്യങ്ങളുടെ രീതി, ചോദ്യങ്ങളുടെ രീതി ശരിയായി, അത് പ്രൊവോക്കേഷൻ ഉണ്ടാക്കുന്ന രീതിയിലാണ്. രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞ പോയിന്റ് ആണ്. ഫോക്കസ് ന്യൂസിൽ വന്ന് സ്ഥിരമായിട്ട് രേണു സുധിയെ ഈ പറഞ്ഞതുപോലെ രേണു സുധി നമ്മൾ ബയാസ്ഡ് അല്ലാണ്ട്, ഒട്ടും ബയാസ്ഡ് അല്ലാണ്ട് ആവശ്യമില്ലാതെ എന്തിനാണ് ഈ സൈബർ ബുള്ളിങ് രേണു സുധിക്ക് നേരെ ഉണ്ടാകുന്നത്, അവരുടെ രൂപത്തിന് നേരെ അവരുടെ പ്രൊഫഷന് നേരെയൊക്കെ എന്തിനുണ്ടാകുന്നു എന്ന് പറയുന്ന ശാരിക എന്തിനാണ് മറ്റൊരു ചാനലിൽ പോയി രേണു സുധിയെ വലിച്ചു കയറിയത്, അല്ലെങ്കിൽ ആ രീതിയിൽ എന്തിന് ചോദ്യങ്ങൾ ചോദിച്ചു എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കം. അതാണ് പ്രേക്ഷകർക്ക് അറിയണത്. അപ്പൊ എന്റെ ചാനലിൽ ഞാനിരുന്ന് പറഞ്ഞപ്പോൾ കുറച്ചുകൂടെ അരകന്റായിട്ട് പറഞ്ഞതാണ് അവരുടെ പരാതി. പിന്നെയും ഞാൻ പ്രേക്ഷകരെ പൊട്ടന്മാരെന്ന് വിളിച്ചെന്ന് എന്തൊക്കെയോ അതെന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇരിക്കും. നമ്മൾ പറയാനുള്ളത് എല്ലാം ഒരു ഷോയാണ്. ഇപ്പോൾ ഫോക്കസ് ടിവിയിൽ നമ്മൾ സംസാരിക്കുന്ന ഒരു ഡിബേറ്റ് ഷോ, ഒരു ന്യൂസ് ചാനലാണ്. ഞാനിപ്പോൾ പോയി ഒരു ഇന്റർവ്യൂ എടുത്തെന്ന് പറഞ്ഞത് എന്റർടൈൻമെന്റ് ന്യൂസ് ആയിട്ടുള്ള എന്റർടൈൻമെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ മീഡിയയാണ്. ഇത് ഈ രേണുസുധി എന്ന് പറഞ്ഞ വ്യക്തിയെ നേരിട്ട് പരിചയപ്പെട്ടപ്പോഴാണ് അവർ എത്രമാത്രം നോബിൾ ആൻഡ് എത്രമാത്രം വിനയാന്വിത ഒരു വ്യക്തിയാണെന്ന്. അവരെ നേരിട്ട് പരിചയപ്പെടാതെ തന്നെ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. എങ്കിലും നേരിട്ട് പരിചയപ്പെട്ടപ്പോൾ അത് കറക്റ്റായിരുന്നു. അവരുടെ ആ ഒരു ശക്തിയും അവരുടെ ആ ഒരു സ്ട്രെയിറ്റ്നെസ്സും അവരുടെ ആ ഒരു എന്താ പറയുന്നത്, എന്ത് ചോദിച്ചാലും അവരുടെ മറുപടി ഉണ്ട്. കറക്റ്റായിട്ടുള്ള മറുപടിയും കറക്റ്റായിട്ടുള്ള ജീവിത ലക്ഷ്യവും ഉള്ളൊരു വ്യക്തിയായിരുന്നു രേണുസുധി. അപ്പം അതുകൊണ്ട് തന്നെ അവരെന്നോട് ആവശ്യപ്പെട്ട ഒറ്റ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, എന്ത് ചോദ്യവും മടി കൂടാതെ ശാരിക ചോദിക്കണം, ഞാൻ തയ്യാറാണ് ആൻസർ ചെയ്യാൻ, ആൻസറബിൾ ആണ്. കാരണം ഫേസ് ചെയ്യാൻ അവർ തയ്യാറാണ്. ഇതിൽ ജയ് ഞാൻ ഇതിനകത്തൊന്നും എന്റെ വീട്ടുകാർ ചോദിച്ച ചോദ്യങ്ങളോ എന്റെ സ്വന്തം ക്വസ്റ്റ്യൻസോ ഒന്നും അതിനകത്തില്ല. നമ്മുടെ ഈ പറയപ്പെടുന്ന ജനങ്ങൾ സൈബർ റോളുകൾ എന്ന് തന്നെ എടുത്തു പറയും. സൈബർ റോളുകൾ ചോദിച്ച ഓരോ ചോദ്യങ്ങൾ അങ്ങനെ ചോദിച്ചാണല്ലോ അവരെ ഹരാസ് ചെയ്തുകൊണ്ടിരുന്നത്, കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നത്. രേണുസുധി അവനെ സഹികെട്ട് ലൈവിൽ വന്ന് ചീത്ത വിളിച്ച സംഭവങ്ങൾ വരെ നമ്മളെടുത്ത് ചെയ്തവരാണ്. അപ്പോൾ ഈ കമന്റോളുകൾ ചോദിച്ച അല്ലെങ്കിൽ അവരെ സൈബർ ബുള്ളി ചെയ്ത ആൾക്കാർ ചോദിച്ച ഓരോ ചോദ്യങ്ങളുമാണ് ഞാൻ എന്റേതായിട്ടുള്ള രീതിയിൽ ചോദിച്ചു. അതാണ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാഞ്ഞത്. നമ്മൾ മുഖം കാണുന്നില്ല. നമ്മൾ സൈബർ ബുള്ളിങ്ങിൽ ഒരു കാര്യം വോയിസ് ഇടാൻ പറ്റത്തില്ല, ടെക്സ്റ്റ് ചെയ്താണ് ചോദിക്കുന്നത്. ആ ടെക്സ്റ്റിന് മുഖമില്ല. പക്ഷെ ഞാനത് ചോദിച്ചപ്പോൾ എന്റേതായ എക്സ്പ്രഷനിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെ അഭിനയിക്കാനെന്ന് ചോദിക്കുമ്പോൾ രേണുസുധി നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെ അഭിനയിക്കാൻ എന്ന് ചോദിക്കാൻ പറ്റുമോ ചെയ്യും? അപ്പൊ ആ ഒരു ഓറായിട്ട് വേണ്ട നമ്മൾ ചോദിക്കാനായിട്ട്. നമ്മുടെ പറയുന്ന വാക്കുകളുടെ എക്സ്പ്രഷൻ സ്വാഭാവികമായിട്ട് തീർച്ചയായിട്ടും അങ്ങനെ ഞാൻ ചോദിച്ചുകൊണ്ടാണ് ഇപ്പോൾ 1.2 മില്യൺ കയറി ആ ഷോ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്റെ എക്സ്പ്രഷൻ കൊണ്ട് രേണുസുധി ഇപ്പോ മറ്റേ നന്മ മറിയം ഞാൻ മനസ്സിലാക്കുന്ന 2 കാര്യങ്ങൾ പ്രധാനമായിട്ടേ, നമ്മൾ ഈ രേണുസുധിയെ പറ്റി നിരന്തരമായിട്ട് പോസിറ്റീവായിട്ടുള്ള വീഡിയോസ് ചെയ്യുമ്പോഴും ഈ പറഞ്ഞതുപോലെ വളരെ വലിയ രീതിയിൽ സൈബർ അറ്റാക്ക് രേണുസുധിക്ക് നേരിട്ടുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോഴും. പക്ഷെ അതിന്റെ ഒരു ഇമേജ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിമറിച്ച് അല്ലെ രേണുസുധിക്ക് എന്തുകൊണ്ടും വലിയ രീതിയിലുള്ള പോസിറ്റീവ് മൈലേജ് ഉണ്ടാക്കിയ ഒരു ഇന്റർവ്യൂ ആയിട്ട് ശാരികയുടെ ഇന്റർവ്യൂ മാറി. രണ്ടാമത്തെ കാര്യം, അന്ന് ഈ പറഞ്ഞതുപോലെ തുടക്ക സമയത്താവട്ടെ അല്ലെങ്കിൽ ഇവരെന്ത് കോപ്രായോ കാട്ടിക്കൂട്ടുന്നതെന്നൊക്കെ പറഞ്ഞവരൊക്കെ ഇന്ന് രേണുസുധിയെ സപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാര്യം ഇന്റർവ്യൂ ആണ്. തീർച്ചയായിട്ടും. കാരണം ഞാൻ അതിൽ സന്തോഷിക്കുന്നു. കാരണം സ്ത്രീ എന്ന നിലയിൽ ഞാൻ സന്തോഷിക്കുന്നു. കാരണം
അവർ ഒറ്റയ്ക്ക് വഴിവെട്ടി പോകുന്ന ഒരു സ്ത്രീയാണ്. കാരണം ആരും അവരെ സപ്പോർട്ട് ചെയ്യാനില്ല. ആരോ വീടൊക്കെ വെച്ച് കൊടുത്തു, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു, ചാനൽ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടേതായ കാര്യങ്ങൾ അവർക്ക് നടത്തണം, അവർക്ക് ജീവിക്കണം, വീട്ടിൽ അരി വാങ്ങിക്കണം. ഇതൊക്കെയാണ് അവരുടെ ബേസിക് പ്രോബ്ലംസ്. അത് അവർ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ട്രാൻസ്പോർട്ട് ബസ്സിലാണ് അവർ ഷൂട്ടിനൊക്കെ വരുന്നത്, അല്ലാതെ കാറിലോ യൂബറിലോ ഒന്നുമല്ല. അവർ അത്രയും ദൂരത്ത് നിന്ന് കോട്ടയത്തോ ചങ്ങനാശ്ശേരിയിലോ എവിടെയോ താമസിക്കുന്നത്, അവിടുന്ന് അവർ യൂബർ ഒന്നും പിടിച്ചല്ല വരുന്നത്. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി പിന്നെ ക്രൂ വന്ന് അവരെ കൂട്ടിക്കൊണ്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും വിനയമായ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവർ ജെന്യൂൻ ആയിട്ട് അവർ പറയുന്നത് ഞാൻ തുണിയൊന്നും അഴിക്കുന്നില്ല. പിന്നെ അവരൊരു വേറെ ലെവലായി മാറിയെന്ന് രേണുസുധൻ അതിനകത്ത് പറയുന്നുണ്ട്. കാരണം ആൾക്കാരാണ് എന്നെ അങ്ങനെ ആക്കുന്നതാണെന്ന് അവർ പറഞ്ഞത്. കാരണം ഞാൻ ചോദിച്ച ഓരോ ചോദ്യത്തിന് അവർ മറുപടി നിങ്ങൾ എന്താ സൈക്കോപാത്തായി മാറിയോ എന്ന് ചോദ്യം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവർ രേണുസുധി പറഞ്ഞു ഞാൻ സൈക്കോ ആയി മാറി, കാരണം എന്നെ അങ്ങനെ ആക്കി. ഇനി ചിലപ്പോൾ ഞാൻ എന്തും ചെയ്തേക്കാം, എന്ത് വേഷവും ഞാൻ ചിലപ്പോൾ ചെയ്തേക്കാം. വിമർശനങ്ങളും കേട്ട് എന്ത് ഫേസ് ചെയ്യാൻ അവര് വേറെ ലെവലായി, മോൾഡായി, അവര് രൂപപ്പെട്ടു. അപ്പോൾ എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത എനിക്ക് ഒരു വാർത്താശാല എന്ന നിലയിലായാലും എനിക്കിപ്പോ ജയ്യോട് ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ഈ ഇരട്ടത്താപ്പ് നയമാണ് ജനങ്ങളുടെ. അതായത് ഒരാളെ മാക്സിമം പിന്നെ എന്താ ഈ ദണ്ഡിപ്പിക്കുക, അതായത് സൈബർ ബുള്ളിങ് ചെയ്യുക. അവരെ അതേ ചോദ്യങ്ങൾ തന്നെ നമ്മൾ കളക്ട് ചെയ്തെടുത്ത് ആ വ്യക്തിയോട് തന്നെ ചോദിക്കുക, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസിനൊക്കെ എന്ത് മറുപടി പറയുന്നു. അതിന് അവരുടേതായ ഭാഷയിൽ കൃത്യമായ എയിമോട് കൂടി തന്നെ രേണുസുധി നമുക്ക് മറുപടി തരുന്നു. അപ്പൊ പെട്ടെന്ന് തന്നെ രേണുസുധി ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു. രേണുസുധി പിന്നെ ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല, രേണുസുധിയുടെ റീൽസിനെ കുറിച്ച് ആർക്കും പറയാനില്ല, ദാസേട്ടന്റെ റീൽസിനെ കുറിച്ച് പറയാനില്ല, അവരുടെ മറ്റേ കുണുങ്ങി ആൽബത്തെ കുറിച്ച് ആർക്കും പറയാനില്ല, ഒന്നും പറയാനില്ല. രേണുസുധി നല്ല മോളാണ്, രേണുസുധി വിജയിക്കണം. രേണുസുധിക്ക് നേരെ ഉണ്ട് ഇത്തരം ചോദ്യങ്ങളും പക്വമായിട്ട് നേരിടുന്ന രേണുസുധി നമ്മളിപ്പോ കണ്ടു. ഔദാരികയെ മാറ്റണം, ഞങ്ങൾ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യും, ഇവൾക്കെതിരെ റിപ്പോർട്ട് അടിക്കണം. എന്താണ് ഞാൻ ചെയ്തത് തെറ്റ് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ എന്റെ ഷോ ഇപ്പൊ ഞാൻ ഇവിടെ ഫോക്കസ് ടിവിയിൽ വന്നിരുന്നു ഡിബേറ്റ് ചെയ്യുന്നതിനോട് ഞാൻ പരിപൂർണ്ണ ഡെഡിക്കേഷൻ കാണിക്കാറുണ്ട്. അത് ഞാൻ എല്ലാ സബ്ജക്റ്റുകളും പഠിച്ചിട്ട് വന്നിരുന്ന് ഇപ്പൊ ജയോടൊപ്പം ആരോടൊപ്പം ഇരുന്നാലും നമ്മൾ ആ ഡെഡിക്കേഷനോടുകൂടി തന്നെയാണ് അത് ചെയ്യുന്നത്. അത് ആ ഷോ ഡിമാൻഡ് ചെയ്യുന്നു. ഇപ്പൊ ഡിബേറ്റ് ഡിമാൻഡ് ചെയ്യുന്നതാണ്. ഇവിടെ വന്നിരുന്ന് നമുക്ക് ഇക്ലിക്കഥകൾ പറയാൻ പറ്റത്തില്ല. മറിച്ച് ഔട്ട് സീറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചാനൽ ഡിമാൻഡ് ചെയ്യുന്നത് വൈറലാക്കുക, പിന്നെ നമ്മുടെ എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ സമൂഹം മാറിപ്പോയി ചെയ്യും. കാരണം നമ്മുടെ നാട്ടിൽ പണ്ട് എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഹൃദയം നിറഞ്ഞ് ചിരിക്കുക, പൊട്ടിച്ചിരിക്കുക എന്നുള്ളതായിരുന്നു. ഇന്ന് അങ്ങനല്ല. ഇന്ന് നെഗറ്റീവിനെ വൈറലാക്കി എൻജോയ് ചെയ്യുന്നതിലാണ് നമ്മുടെ സമൂഹത്തിന് ഇവിടെ. അല്ലെങ്കിൽ എങ്ങനെയാണ് നെഗറ്റിവിറ്റി ഹൈലൈറ്റ് ചെയ്ത് ഒരു പ്രശസ്തമായ സിനിമയിൽ അതിപ്പോ കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ആ സിനിമയുടെ പേര് പറയുന്നില്ല, പക്ഷെ അത് കാണിക്കുന്നത് നെഗറ്റിവിറ്റിയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട്, അതിനെ എൻജോയ് ചെയ്തുകൊണ്ട്, അതിനെ മാർക്കറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്ന് മിക്ക ചാനലുകളും നിലനിൽക്കുന്നത്. ഇന്ന് തെറി വിളിച്ചാലേ വൈറലാകാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. നന്മ ചെയ്താൽ, അതുകൊണ്ടാണ് നന്മ ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല ഡീസന്റ് ചാനലുകളൊക്കെ, ഡീസന്റ് ഇൻ ദ സെൻസ് നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന അത്ഭുതം തോന്നും. ഇത്രയും നല്ല കണ്ടന്റുകൾ ചെയ്യുന്ന ചാനലുകളുടെ വ്യൂസ് ഒക്കെ നോക്കി സബ്സ്ക്രൈബേഴ്സ് നമ്മൾ നോക്കിയേ. ഞാൻ പണ്ട് സങ്കടപ്പെടും. ഞാൻ നമ്മുടെ സന്തോഷ് ജോർജുകളുടെ ഭയങ്കര ഒരു ആരാധികയായിരുന്നു ട്രാവൽ വ്ളോഗിന്റെ. പുള്ളിക്ക് കൊറോണ കാലത്തിന് വരെ പുള്ളിയുടെ സബ്സ്ക്രൈബേഴ്സ് ഒരു 2 ലക്ഷം പേരെ 1.5 ലക്ഷം പേരെ കഷ്ടിച്ചുള്ളൂ. മറ്റ് കൂതറ ചാനലിലൊക്കെ ആവശ്യത്തിൽ കൂടുതൽ വ്ളോഗേഴ്സ് ഭയങ്കര, അതായത് അവിടെ ഇവിടെ ഈ വയനാട്ടിലും മറ്റിടത്തും മറിച്ചിടത്തും നമ്മുടെ നാട്ടിൽ മാത്രം പോയി ഫോണും വെച്ച് വ്ളോഗ് ചെയ്യുന്നവരെ ഞാൻ പുച്ഛിക്കുമല്ല, പക്ഷേ ഫോണും വെച്ച് വ്ളോഗ് ചെയ്യുന്നവർക്കൊക്കെ 10 ലക്ഷവും അല്ലെങ്കിൽ 5 ലക്ഷവും സബ്സ്ക്രൈബേഴ്സ് ഉള്ള സമയത്ത് പാവപ്പെട്ട സന്തോഷ് ജോർജ് ഏതാണ്ട് 10-25 വർഷമായിട്ട് ലോകം മുഴുവൻ മറ്റേ ആന ക്യാമറയായിട്ട് പോയി ട്രാവൽ ചെയ്യുന്ന ആ മനുഷ്യന്റെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 1.5 ലക്ഷം 2 ലക്ഷം മാത്രമേ ഉള്ളൂ. പക്ഷെ മറിച്ച് ഇപ്പൊ കാലം മാറി. അന്നും സന്തോഷ് ജോർജ് കുളങ്ങര സാറ് പിന്നെ പരസ്യം ചെയ്തിട്ടില്ല, സഫാരി ചാനലും പരസ്യം ചെയ്തിട്ടില്ല. ഇന്നും പുള്ളിക്കാരൻ അത് ചെയ്യാറില്ല. ഇപ്പോൾ അവരുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ 22 ലക്ഷവും 25 ലക്ഷവുമായി. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. കാരണം നന്മ എന്നായാലും എക്കാലമായാലും തെളിഞ്ഞ് പുറത്തോട്ട് തന്നെ വരും. അദ്ദേഹത്തിന്റെ ട്രാവലിന്റെ ഡെപ്ത് എന്താണ്, സാധാരണ ഒരു വ്ളോഗറിന്റെ ട്രാവലിന്റെ ഡെപ്ത് എന്താണെന്ന് ഇപ്പൊ കാലം തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ കാലം തെളിയിക്കുമായിരിക്കും. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പറഞ്ഞ പോലെ എല്ലാ ചാനൽസിനും അവരുടേതായ പ്രൊപ്പഗണ്ടയും അവരുടേതായ ഈ ഓരോ ഷോയ്ക്കും അതിൻ്റെതായ ഒരു ബിഹേവിയർ ഉണ്ട്. അപ്പം അതനുസരിച്ച് മാത്രമേ അതിലിരിക്കുന്ന ആങ്കേഴ്സിനോട് കൃത്യമായി തന്നെ അവർ പറഞ്ഞിട്ടുണ്ടാകും. നമ്മുടെ ചാനൽ ഉദ്ദേശിക്കുന്ന ഇതാണ്. ചാനലിൽ ഒരു ഗസ്റ്റിനെ വിളിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചോദ്യം ചോദിക്കേണ്ട രീതി ഇങ്ങനെ ആയിരിക്കണം. അത് പ്യൂർലി എപ്പോഴും ഒരു ആങ്കർ മാത്രം സെലക്ട് ചെയ്യുന്ന ഒരു വേ അല്ല. അതിന് കൃത്യമായിട്ട് അവർ അവതരിപ്പിക്കുന്ന ഷോയിൽ, അവർ ഹോസ്റ്റ് ചെയ്യുന്ന ഷോയിൽ അതിൻ്റെ മാനേജ്മെൻറ്റിനും അതിൻ്റെ ഈ ഒരു ടീമിനും ഒക്കെ വ്യക്തമായ ചില ഇല്ലേ അവർ പറയും ഇങ്ങനെ വേണം ഷോ ഹോസ്റ്റ് ചെയ്യാൻ ഷാരിക എന്ന് പറയും. അതനുസരിച്ച് മറ്റ് പരിപാടികളിലേക്ക് പറഞ്ഞ ഫോക്കസ് ന്യൂസിലേക്ക് വരുമ്പോൾ ഷാരിക ആങ്കർ ചെയ്യുന്ന രീതി അതല്ല. കാര്യം നമ്മൾ ഈ ഒരു ന്യൂസ് ചാനൽ കുറെ കൂടെ ന്യൂസ് ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ചാനലാണ്. ഈ ഷാരിക പറഞ്ഞ പോലെ ഈ ഒരു വൈറലായ കണ്ടന്റ് ഷൂട്ട് ചെയ്ത് ആ ഒരു ചാനൽ പ്യൂർലി എന്റർടൈൻമെന്റ് രീതിയിലേക്ക് പോകുന്ന ഒരു ചാനലാണ്. അതാണ് ഈ ഒരു 2 രീതിയിലേക്ക് അവതാരകർ മാറുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. എന്തായാലും ഷാരിയയ്ക്കും വ്യക്തിപരമായിട്ട് എനിക്ക് സന്തോഷമുണ്ട്. കാരണം രേണുസുധിയുടെ ഇമേജിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിമറിച്ച പോസിറ്റീവ് ഇമേജ് കിട്ടിയ ഒരു ഷോ ആയി എന്തായാലും
ഇപ്പോഴും വൈറലായിട്ട് തന്നെ എന്തായാലും ശാരികയുടെ ആ ഒരു പരിപാടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും എയറിലാക്കിയ ആ ഒരു അവതാരിക ഇപ്പോൾ നമ്മുടെ ഒപ്പം ഇനിയുണ്ടാവും. എന്നാൽ ഇതിന്റെയൊക്കെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ഇത് തന്നെയാണെന്നുള്ള കാര്യമാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചത്.